അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്നും പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകനു നേരെ കയ്യേറ്റവും വധഭീഷണിയും. TCV റിപ്പോർട്ടർ സരീഷ് വരന്തരപ്പിള്ളിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനെത്തിയ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം. പോലീസും നാട്ടുകാരും എത്തിയതോടെ കൊട്ടേഷൻ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ വീണ്ടും മോഷണം. ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. അതിരപ്പള്ളി വെച്ചിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് പുതുക്കി. ദേശീയപാത 544-ൽ മണ്ണുത്തി എടപ്പള്ളി BOT ദേശീയപാതയിൽ ഞായറാഴ്ച മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും. വാർത്തകൾ വിശദമായി. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്നും പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകനു നേരെ കയ്യേറ്റവും വധഭീഷണിയും. TCV റിപ്പോർട്ടറും പുതുക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ സരീഷ് വരന്തരപ്പിള്ളിക്ക് നേരെയാണ് കയ്യേറ്റവും വധഭീഷണിയും ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ 11:30-നായിരുന്നു സംഭവം. ബാങ്ക് കെട്ടിടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റോഡിൽ നിന്ന് പകർത്തുന്നതിനിടെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവ് സന്തോഷാണ് പ്രകോപിതനായത്. വീഡിയോ എടുക്കരുത് എന്നും വാർത്ത കൊടുത്താൽ നീ പുതുക്കാട് കാണില്ലെന്നും നിന്നെ തീർത്തു കളയുമെന്നുമായിരുന്നു സന്തോഷിന്റെ ഭീഷണി. സരീഷിന്റെ ഷർട്ടിൽ കയറി പിടിക്കുകയും തിരിച്ചറിയൽ കാർഡ് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ സരീഷ് പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയും തൃശൂർ മേഖലാ കമ്മിറ്റിയും പുതുക്കാട് പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. വാർത്താ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ TCV പുതുക്കാട് റിപ്പോർട്ടറും KJU തൃശൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായ സരീഷ് വരന്തരപ്പിള്ളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചു. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്ന് പകർത്തുമ്പോഴാണ് ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവ് കയ്യേറ്റം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. പ്രകോപനമില്ലാതെ കയ്യേറ്റം ചെയ്തയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ്, ജനറൽ സെക്രട്ടറി KC സ്മിജൻ, ട്രഷറർ EP രാജീവ് എന്നിവർ ആവശ്യപ്പെട്ടു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ. ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗമായ നൈജോ കാച്ചപ്പള്ളി മറ്റൊരാൾ ബാങ്കിൽ കുടിശ്ശികയാക്കിയിരുന്ന വായ്പയ്ക്ക് ഈടുവെച്ച ഭൂമി കടം വീട്ടാതെ വാങ്ങി ഇത് ഈടുവെച്ച് 85 ലക്ഷം തട്ടിയെന്നാണ് ആരോപണം. CPM കൊടകര ലോക്കൽ സെക്രട്ടറിയാണ് നൈജോ. കടം വീട്ടാതെ ഭൂമിയുടെ രേഖ സംഘം നൽകില്ലെന്നിരിക്കെ അതേ ഭൂമി നൈജോ രജിസ്റ്റർ ചെയ്തു വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഒരു രേഖയും ഈട് നൽകാതെ സംഘത്തിൽ നിന്ന് സ്വന്തം പേരിലും അമ്മയുടെ പേരിലും 41.51 ലക്ഷം രൂപ വായ്പയെടുത്തുവെന്നും ഈ തുക ഉപയോഗിച്ച് ഭൂമിയുടെ ഈടിന്മേലുള്ള കടം വീട്ടി ആധാരം തിരിച്ചെടുത്തുവെന്നുമാണ് പറയുന്നത്. പിന്നീടാണ് ഇത് സംഘത്തിൽ ഈടുവെച്ചത്. 41.51 ലക്ഷം വായ്പയെടുത്ത ഭൂമിക്ക് സംഘം കണ്ട വില 29.88 ലക്ഷം മാത്രമാണ്. ഇതിന്റെ പകുതി മാത്രമേ വായ്പ നൽകാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് 41,51,000 രൂപ വായ്പ നൽകിയത്. പണമൊന്നും തിരിച്ചടയ്ക്കാതെയാണ് വായ്പ പുതുക്കുകയും ചെയ്തത്. മാർച്ച് 31 വരെ ഇതിന്റെ കുടിശ്ശിക 85,28,000 രൂപയാണ്. വായ്പയെടുക്കുന്നതിന് ക്രമക്കേട് നടത്തിയാൽ പോലീസിൽ കേസ് കൊടുക്കുവാനും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാനും ജോയിന്റ് രജിസ്ട്രാർ സംഘം സെക്രട്ടറിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയെന്നും പറയുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് നടപടി വൈകുന്നത് എന്നുമാണ് ആരോപണം. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ ആമ്പല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ജൂൺ 24-ന് നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നൈജോയുടെ പേരിലുള്ള സ്ഥലം വെച്ചാണ് ഇവിടെ ലോൺ എടുത്തിട്ടുള്ളതെന്നും വേറെ വായ്പ വെച്ച ആളുടെ ഭൂമി വാങ്ങി എന്നത് ശരിയാണെന്നും എന്നാൽ അയാളുടെ പേരിലുള്ള ഭൂമി മാത്രമാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ പറഞ്ഞു. നൈജോ കാച്ചപ്പള്ളി എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ മുൻ ഭരണസമിതി അംഗമായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അതിന് കൊടകരയിലുള്ള സ്ഥലം അതിന് ഈടായിട്ട് നൽകിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ കൃത്യമായ വാല്യുവേഷനൊക്കെ നോക്കി ഇപ്പോൾ പലിശയും അതൊക്കെ വന്നപ്പോൾ ഒരു ലേശം വാല്യുവേഷനിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. അയാളുടെ പേരിലുള്ള ഭൂമി മാത്രമാണ് ഈട് വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അയാൾ വേറെ ഇവിടെ വായ്പ വെച്ച ഒരാളുടെ ഭൂമി വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്, നേരാ. എന്നാൽ ഈ വായ്പ എടുക്കുന്നത് അയാളുടെ പേരിലുള്ള ഭൂമി ഇവിടെ വായ്പ വെച്ചിട്ടുണ്ട്.
ഭൂമി നിയമപരമായി നടപടി പൂർത്തീകരിച്ച് നഷ്ടം നികത്താൻ സാധിച്ചില്ലെങ്കിൽ നൈജോയുടെ പേരിൽ വേറെ ഭൂമിയുണ്ടെങ്കിൽ അതിലും നിയമ നടപടിയെടുക്കുവാൻ അവകാശമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുന്നതിനാലാണ് ഈ സംഭവം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖൻ ശ്രമിക്കുന്നത് എന്നും പ്രസിഡന്റ് ആരോപിച്ചു. TCV പുതുക്കാട്. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് കൊടകരയിലെ CPM നേതാവ് വൻ തുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കുറ്റാരോപിതനായ നേതാവ് ഭാരവാഹിയായിട്ടുള്ള പാർട്ടിയാണ് കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നത് എന്നിരിക്കെ ഞായറാഴ്ച ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിലും ക്രമക്കേടുകളുണ്ടെന്നും ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കർഷകരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്കിന് കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന വളം ഡിപ്പോയും കൊയ്ത്ത് യന്ത്രവും ഇപ്പോഴില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, മണ്ഡലം പ്രസിഡന്റ് ആൻഡു വെട്ടുപറമ്പിൽ, ഷൈൻ മുണ്ടയ്ക്കൽ, രഞ്ജിത്ത് കൈപ്പള്ളി, T വിനയൻ, VR രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹകാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ കരുതുകയാണ്. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ വലിയ ഒരു തട്ടിപ്പിന് ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് പൂഴ്ത്തിവെക്കുകയും അത് കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി കൊടുത്ത റിപ്പോർട്ട് അതിൽ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റ് തന്നെ ശുപാർശ ചെയ്തതാണ് ക്രിമിനൽ നടപടി, പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പൂഴ്ത്തിവെച്ചു. അങ്ങനെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ വലിയ അനധികൃതമായ ഒരു തട്ടിപ്പാണ് അത്. പുതുക്കാട് ടൗൺ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ CPM നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി VK മുരളി ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര നോർത്ത് ഏരിയ പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, രഞ്ജിത്ത് കാടുവെട്ടി, KV ബാബു, സജിനി സന്തോഷ്, ബിജേഷ് വട്ടേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനായി എത്തിയ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം. പോലീസും നാട്ടുകാരും എത്തിയതോടെ ക്വട്ടേഷൻ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് 2 കാറുകളിലായി എത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപമായിരുന്നു സംഭവം. ബിസിനസ് ആവശ്യത്തിന് പണം വായ്പ വാങ്ങാനായി കോട്ടപ്പുറത്തെത്തിയ താൻ പണം നൽകാമെന്ന് പറഞ്ഞയാളുമൊത്ത് കാറിൽ മതിലകത്തേക്ക് പോവുകയായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ പിന്തുടർന്ന 2 കാറുകളിലെ ഒന്ന് ഡോക്ടറുടെ കാറിൽ ഇടിച്ച് അപകടമുണ്ടാക്കി. തുടർന്ന് സംഘം ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ ഡോക്ടർ പോലീസിന്റെ സഹായം തേടി. നാട്ടുകാരും പോലീസും എത്തിയപ്പോഴേക്കും ആക്രമികൾ ഒരു കാർ സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു. പണം നൽകാമെന്ന് പറഞ്ഞയാളും ഇതിനിടെ സ്ഥലം വിട്ടു. ക്വട്ടേഷൻ സംഘം സഞ്ചരിച്ച ഇന്നോവ കാർ പിന്നീട് എറിയാട് മഞ്ഞളിപ്പള്ളി പരിസരത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ക്വട്ടേഷൻ സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും 2 കഠാരകളും പെപ്പർ സ്പ്രേയും കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ വീണ്ടും മോഷണം. ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു. പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലും മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. തിടപ്പള്ളിയിലെ സ്റ്റോർ റൂമിന്റെ വാതിലും തുറന്നിട്ട നിലയിലാണ്. ദേവാലയത്തിലെ കപ്പേളയുടെ പൂട്ട് തകർത്ത നിലയിലാണ്. പിക്കാക്സ് ഉപയോഗിച്ച് തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തെ തട്ടുകടയുടെ നിരീക്ഷണ ക്യാമറയും മോഷ്ടാവ് കവർന്നു. ചെറുതുരുത്തി SI AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുൻപും ഇവിടെ ദേവാലയങ്ങളിൽ മോഷണം നടന്നിരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. കാർഷിക വിളകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നാശം വിതച്ച ചിക്കളായി പരിസരത്താണ് ശനിയാഴ്ച പുലർച്ചെയും കാട്ടാനകൾ ഇറങ്ങിയത്. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു. മറ്റ് കാർഷിക വിളകളും ചവിട്ടി നശിപ്പിച്ചു. നാട്ടുകാർ സംഘടിച്ച്
ബഹളമുണ്ടാക്കിയപ്പോഴാണ് ആനകൾ തിരിച്ചുപോയത്. കഴിഞ്ഞ ദിവസം ഞർലക്കാട്ട് ജോസഫിന്റെ കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. 5 ആനകളാണ് പരിസരത്ത് ചുറ്റിത്തിരിയുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് പുതുക്കി. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി BOT റോഡിൽ ഞായറാഴ്ച മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും. രാജ്യത്തെ ജീവിത നിലവാര സൂചിക അനുസരിച്ച് നടപ്പാക്കുന്ന ടോൾ നിരക്ക് വർധനവിൽ ഇത്തവണ കാര്യമായ മാറ്റമുണ്ടായില്ല. ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ 5 രൂപയുടെ വർധനവുണ്ട്. ബസ്സിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് 485 രൂപയാണ് പുതുക്കിയ ടോൾ നിരക്ക്. ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹനയാത്രയ്ക്കും നിലവിലെ നിരക്കുകൾ തുടരും. അതേസമയം മാസ നിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും 10 രൂപ മുതൽ 40 രൂപ വരെ വർധനവുണ്ട്. പാലിയേക്കര ടോൾ നിരക്ക് വർധനവിനെതിരെ തങ്ങൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെ തിരക്കിട്ട് ഞായറാഴ്ച തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം NHAIയും സർക്കാരും ഇടപെട്ട് തടയണമെന്ന് ലീഗൽ നോട്ടീസ് വഴിയും കത്ത് മുഖാന്തരവും ആവശ്യപ്പെട്ടിട്ടും യാതൊരു മറുപടിയും ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത് എന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 2023 നിരക്ക് വർധനവിനെതിരെ നൽകിയ നിലവിലുള്ള കേസിലാണ് ഇടക്കാല ഹർജി ബോധിപ്പിച്ചത്. ലീഗൽ നോട്ടീസും കത്തും നൽകിയിട്ടും നിരക്ക് വർദ്ധിപ്പിക്കാൻ NHAIയും സംസ്ഥാന സർക്കാരും അനുമതി നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയിലെ 3 ഡാമുകൾ തുറക്കും. പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളാണ് തുറക്കുന്നത്. ഡാമിന്റെ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് തുറക്കുക. ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടിയതിനാലാണ് ഡാമുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാനായിട്ടാണ് SNDP യോഗം രൂപീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വളർച്ചയ്ക്കായി ഇതുവരെ ഈഴവരെ ഉപയോഗിക്കുകയാണുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയും ഗുരുദേവനെന്ന് പ്രസംഗിക്കുന്നവർക്ക് നബി തിരുമേനിയും ക്രിസ്തുവും വിപ്ലവകാരിയോ സാമൂഹ്യ പരിഷ്കർത്താവോ ആയിരുന്നെന്ന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നാളുകളിൽ രാജ്യത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന തലമുറയ്ക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു സമുദായത്തിന് എതിരല്ല. ഒരു സമുദായത്തെ കൊല്ലുവാനോ വെട്ടുവാനോ നമ്മൾ പറയുന്നില്ല. SNDP ആദ്യം മുതൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് സാമൂഹിക എന്ന വലിയ മുദ്രാവാക്യമാണ്. അതായത് ജനസംഖ്യാനുപാതികമായി ഓരോ സമുദായത്തിനും കിട്ടേണ്ട അവകാശങ്ങൾ ഗവൺമെന്റ് കൊടുക്കുമ്പോ അവർക്ക് ജനസംഖ്യ അനുപാതികമായി കൊടുക്കൂ. മുസ്ലിം സഹോദരൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കൂ, ക്രിസ്ത്യാനി കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കൂ, NSSന് കിട്ടിയില്ല അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ജനസംഖ്യാനുപാതികമായി ഇവിടുത്തെ പിന്നോക്കക്കാരനും ഈഴവനും അതുപോലെ പിന്നോക്കക്കാരാണ് കൊടുക്കണം എന്ന് അവകാശപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ചടങ്ങിൽ SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി KR ദിനേശൻ, PK പ്രസന്നൻ, KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അനൂപ് K ദിനേശൻ, നന്ദകുമാർ ചക്കമല്ലശ്ശേരി, ശ്രീധരൻ നടുവളപ്പിൽ, NB മോഹനൻ, പ്രഭാകരൻ മുണ്ടയ്ക്കൽ, PK സുഗതൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമനും ഗുരുമന്ദിര സമർപ്പണം ശ്രീധരൻ ജയകുമാറും നിർവഹിച്ചു. TCV ന്യൂസ്, കൊടകര. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൂർക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ ആദിത്യദേവാണ് അറസ്റ്റിലായത്. യുവതിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആദിത്യദേവ് യുവതിയുടെ വീട്ടിലും സ്വന്തം വീട്ടിലും വെച്ചാണ് നിരവധി തവണ വിവാഹ വാഗ്ദാനം നൽകുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യുവതിയുടെ പരാതി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ സഹോദയ അത്ലറ്റിക് മീറ്റിന് തുടക്കം കുറിച്ച് കുന്നംകുളത്ത് റോഡ് ഷോ സംഘടിപ്പിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടക്കുന്ന CBSE വിദ്യാലയങ്ങളുടെ സ്പോർട്സ് മീറ്റിന് ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. സ്പോർട്സ് മീറ്റിൽ 61 സ്കൂളുകളിൽ നിന്നായി 2000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പാൾ
റവറന്റ് ഫാദർ ലിജോ പോൾ CMI വർണ്ണ ബലൂണുകൾ പറത്തി റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. റോഡ് ഷോയിൽ ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ കരാട്ടെ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനങ്ങളും സ്കേറ്റിംഗ്, സൈക്കിൾ റാലിയും ഉണ്ടായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. കഴിവ് പ്രകടിപ്പിക്കുന്ന വേദിയായി മാറുന്നു ഈ ജില്ലാ കായികമേള. പുതുനിമിഷം കൂടി ചേർക്കപ്പെടുന്നു. ഈ വർഷത്തെ തൃശൂർ CBSE അത്ലറ്റിക് മീറ്റിനെ ആതിഥേയത്വം വഹിക്കുന്ന കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസി യൂണിയൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, ജില്ലാ ജനറൽ സെക്രട്ടറി MP കുട്ടൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CM ജാഫർ ഖാൻ, സംസ്ഥാന സെക്രട്ടറി TK ഉമ്മർ, സംസ്ഥാന ട്രഷറർ KM ബീരാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വസ്തുവിന്റെ ന്യായവില നിശ്ചയിക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കണമെന്നും വസ്തുവിന്റെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിനുള്ള സമിതികളിൽ യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BJP ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ BJPയിൽ ചേർന്നു. CPI മുൻ ലോക്കൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ, CPI മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി മുൻ അംഗം പ്രഭാകരൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ, AIDR മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവരടക്കം 27 പേർ BJPയിൽ അംഗത്വമെടുത്തു. യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അംഗത്വ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു. റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രാവിലെ നഗരസഭാ ഓഫീസിന് പുറകുവശത്തെ വൺവേ റോഡിലാണ് അപകടം ഉണ്ടായത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് 2 ക്രെയിനുകൾ എത്തിച്ചാണ് മറിഞ്ഞ ക്രെയിൻ മാറ്റിയത്. ശക്തമായ കാറ്റിൽ പറപ്പൂക്കര പോങ്കോത്രയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. പോങ്കോത്ര മണപ്പാടൻ അനിൽദാസിന്റെ ഓടിറ്റ വീടാണ് ഭാഗികമായി തകർന്നത്. വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തെ പറമ്പിലെ തെങ്ങാണ് കടപുഴകി വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടി സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വേലൂർ കാവുങ്കൽ വീട്ടിൽ ജിഷ, വെള്ളറക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാം, ഭാര്യ ഷംസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5 വൈകിട്ട് കൊടകര സ്നേഹ മ്യൂസിയത്തിൽ സലിൽ സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ്, വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ ആർട്ട് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സലിൽ സംഗീത സന്ധ്യയിൽ ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ എന്നിവർ സലിൽ ചൗധരിയുടെ സ്നേഹസുരഭിലമായ ഗാനങ്ങൾ ആലപിക്കും. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ശശി മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കന്നുകാലി മേച്ചിൽ സ്ഥലം അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് പട്ടയം അനുവദിച്ചു നൽകുന്നതിന് നീക്കം നടക്കുന്നതായി ആരോപണം. പട്ടയം അനുവദിക്കുന്നതിനായി അനുമതി പത്രം നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സഹകരണ ബാങ്കിന് പട്ടയം അനുവദിക്കുന്നതിന് തടസ്സമില്ലെന്ന നിലപാടാണ് 2021 ഭരണസമിതി എടുത്തിട്ടുള്ളത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് കന്നുകാലി മേച്ചിൽ സ്ഥലം പഞ്ചായത്ത് ഉടമസ്ഥതയിലായിരിക്കും. മറ്റൊരു പേരിൽ 65 സെന്റ് സ്ഥലത്തിന് പട്ടയം നൽകുന്നത് നിയമപ്രശ്നങ്ങളിലേക്ക് പോയേക്കുമെന്നും സൂചനയുണ്ട്. വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. CPM ഭരണത്തിലുള്ള ബാങ്കിന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന് പട്ടയം അനുവദിക്കുന്നതിന് തടസ്സമില്ലെന്ന സാക്ഷ്യപത്രം നൽകാനാണ് ശ്രമിക്കുന്നത് എന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് പറഞ്ഞു. അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് ഹെഡ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം 65 സെന്റ് സ്ഥലം ബാങ്കിന് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പതിച്ചു കൊടുക്കാനുള്ള NOCക്ക് വേണ്ടിയിട്ട് ഒരു അജണ്ടയുണ്ടായിരുന്നു. 2 പ്രാവശ്യം അജണ്ടയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ വിയോജനം കൊടുത്തതാണ്. ഇപ്പോൾ വീണ്ടും സർക്കാരിൽ നിന്ന് വന്നൊരു കത്ത് പ്രകാരം അതിനൊരു മറുപടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എങ്ങനെയാണ് പഞ്ചായത്തിൽ നിക്ഷിപ്തമായത്?
പഞ്ചായത്തിൻ്റെ അത് നിക്ഷിപ്തമായത് എന്ന് പറഞ്ഞാൽ അത് കന്നുകാലി മേച്ചിൽ സ്ഥലമാണ്. അത് പഞ്ചായത്തിൻ്റെ ഭൂമിയാണ്. എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് പഞ്ചായത്തിന് അവിടെ ചെയ്യാൻ പറ്റുക? ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന് അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതേസമയം കന്നുകാലി മേച്ചിൽ സ്ഥലമായത് സംബന്ധിച്ച് പഞ്ചായത്ത് ഡയറക്ടറുടെ കത്തിന് മറുപടി നൽകാനുള്ള തീരുമാനം മാത്രമാണ് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ഭൂമിയാണ്, വാങ്ങിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന ചെയ്തതാണോ അല്ലെങ്കിൽ ഏത് തരത്തിൽ കിട്ടിയതാണെന്നുള്ളൊരു ചോദ്യമാണ്. എത്ര വരെ നിങ്ങൾക്ക് അവരെ സഹായിക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയും, ഈ ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിന് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം നിയമാനുസൃതം പരിശോധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനേ തീരുമാനിച്ചുള്ളൂ. അത് വിവാദമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെങ്കിൽ പോലും പഞ്ചായത്ത് ഇന്ന് വരെ അത് മുൻകൂട്ടി ഒരു തീരുമാനത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ പൊതുവായി എല്ലാം പരിശോധിച്ച് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ലാതെയുള്ള വിവാദങ്ങളിലേക്ക് ആ കാര്യങ്ങൾ യാതൊരു പ്രസക്തി ഇതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല. ചേർപ്പ് തിരുവുള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസാദ ഊട്ടുമണ്ഡപത്തിൽ ADGP P വിജയൻ വിദ്യാഭ്യാസ സഹായ നിധി വിതരണം ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ ആടിത്തിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ സഹായ നിധി വിതരണം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, വാർഡംഗം ശ്രുതി വിജിൽ, ചേർപ്പ് CNN സ്കൂൾ മാനേജർ KG അച്യുതൻ, പ്രോഗ്രാം കൺവീനർ PK ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് നടന്ന റവന്യൂ ജില്ലാ ചെസ് മത്സരത്തിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ S ആദിത്യ ചാമ്പ്യനായി. മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. മാള സ്വദേശിയാണ് ആദിത്യ. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നു വന്നിരുന്ന അങ്കുലിയാങ്കം കൂത്ത് സമാപിച്ചു. കലാമണ്ഡലം സംഗീത ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത്. കൂടിയാട്ടത്തിന്റെ വേദമായി കാണുന്ന ഈ കലാരൂപം ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം. ശ്രീരാമ നിർദ്ദേശപ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് 526 ശ്ലോകങ്ങളടങ്ങുന്ന അങ്കുലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം. സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം. ശ്ലോകം ചൊല്ലാൻ നങ്ങ്യാരും മിഴാവ് കൊട്ടാൻ നമ്പ്യാരുമുണ്ടാകും. പാരമ്പര്യം പിന്തുടർന്ന ഈ കല അവതരിപ്പിക്കുന്നവരാണിവർ. ആചാര പ്രാധാന്യമുള്ള അങ്കുലിയാങ്കം കൂത്ത് ചിട്ടവിടാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് 10-ൽ താഴെ കലാകാരന്മാർ മാത്രം. ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നു പോകുന്ന സ്ഥിതിയുണ്ടാകും. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഈ കലയുടെ ഉത്ഭവസ്ഥാനമാണ് മറയാനൊരുങ്ങുന്നത്. അങ്കുലിയാങ്കം കൂത്ത് അറിയുന്നവരിൽ പ്രധാനിയായ അമ്മന്നു കുട്ടൻ ചാക്യാർക്ക് 70 വയസ്സ് പിന്നിട്ടു. പൈങ്കുളം നാരായണ ചാക്യാർ 60കളിലാണ്. കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മന്നൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ. അങ്കുലിയാങ്കം കൂത്തിലെ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുമുണ്ട്. പക്ഷേ 12 ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണ്ണമായും പഠിച്ചാൽ മാത്രമേ ആചാരപൂർവ്വം ഇത് അവതരിപ്പിക്കാനാകൂ. പുതിയ തലമുറയിൽ വളരെ കുറച്ചുപേർ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുകളുണ്ടെന്ന് കടവല്ലൂർ ക്ഷേത്രത്തിൽ കൂത്ത് നടത്തിയ സംഗീത ചാക്യാർ പറയുന്നു. 1949 സെപ്റ്റംബർ 21 തീയതിയാണ് ഈ ക്ഷേത്ര മതിൽക്കെട്ടിൽ നിന്നും കൂത്തും കൂടിയാട്ടം എന്നീ കലാരൂപങ്ങൾ പുറത്തു വന്നത്. എന്നിരുന്നാൽ പോലും ഈ അങ്കുലിയാങ്കം കൂത്ത് ഇന്നും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ കൂത്തമ്പലങ്ങളിൽ മാത്രം നടന്നു വരുന്നൊരു കലാരൂപമാണ്. അപ്പോൾ അത് വളരെ വിരളമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു കഥാവിവരണമാണ് അങ്കുലിയാങ്കത്തിലുള്ളത്. അപ്പോൾ സർക്കാർ ആ തരത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അങ്കുലിയാങ്കം കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ എന്നീ 3 പേർ വേണം. ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഗുരുവായൂർ കൂടൽമാണിക്യം, തൃപ്രയാർ, കൊട്ടിയൂർ, മാടായിക്കാവ്, കടവല്ലൂർ, വെള്ളറക്കാട്, തിരുമൂഴിക്കുളം തുടങ്ങിയ ക്ഷേത്രങ്ങളടക്കം ചുരുക്കം വേദികളിൽ മാത്രമാണ് ഇപ്പോൾ അങ്കുലിയാങ്കം അവതരിപ്പിക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം.
പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞ് സ്ത്രീക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൽ സ്വദേശി മുബാറക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കരിക്കാട് KK റീജൻസിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുവാൻ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പായസം ചലഞ്ച് നടത്തി. കുന്നംകുളം SHO UK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ VK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ, SPC CPOമാരായ ഷീന, ഹരിദാസ്, PTA വൈസ് പ്രസിഡന്റ് സുരേഷ്, SPC കാഡറ്റ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാമക്കാല ബീച്ചിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ചാമക്കാല സബ് സെന്റർ തുറന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDFന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജനകീയ സദസ്സ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF ബൂത്ത് ചെയർമാൻ PK ഹംസ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, UDF ബൂത്ത് കൺവീനർ IB വേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഷിനി സതീഷ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ കൊടിയേറ്റി. സെപ്റ്റംബർ 8 വൈകിട്ട് 5:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രീജോ പാറയ്ക്കൽ സന്ദേശം നൽകും. തിരുനാളിനോടനുബന്ധിച്ച് ലതീഞ്ഞ്, നൊവേന, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ, ജപമാല പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി വിതരണം, ഊട്ട് എന്നിവ ഉണ്ടാകുമെന്ന് കൺവീനർ അരുൺ ആന്റണി അറിയിച്ചു. ഫാദർ നിതിൻ പൊന്നാരി, സാബു മാളിയേക്കൽ, ആന്റണി വടക്കേത്തല, ജോസഫ് TL, വിൻസെന്റ് പള്ളിക്കുന്നത്ത് എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കരുമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിലെ 8 നോമ്പ് തിരുനാളിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടി ഉയർത്തി. വികാരി ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ, തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, കൈക്കാരന്മാരായ ഷാജു ചീരൻ, സൈമൺ തേർമഠം തുടങ്ങിയവർ നേതൃത്വം നൽകി. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങപ്പുറം സ്വദേശി പീച്ചിലി 46 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ തേങ്ങയെടുക്കാൻ ഇറങ്ങിയ ബിജുവിനെ കാണാതായത്. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ശക്തമായ ഒഴുക്കുണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ശനിയാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിച്ചപ്പോഴാണ് ചൊവ്വല്ലൂർപ്പടി പാലത്തിനടിയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്നത് നാട്ടുകാർ കണ്ടത്. മൃതദേഹം പുറത്തെടുത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എറവ് അഭ്യുദയ കൂട്ടായ്മയുടെ 38ാം വാർഷികവും കുടുംബസംഗമവും എറവ് 6ാം കല്ലിൽ നടന്നു. C. കുഞ്ഞികൃഷ്ണമേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. K. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ CP പോൾ, സുനിത ബാബു, അഡ്വക്കേറ്റ് ആനന്ദ് K. ജോസ്, UR കൃഷ്ണൻ, TC ആൻഡോ, K. താര തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് മേഖലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CA ഹബീബ് അധ്യക്ഷനായി. സീനിയർ സിറ്റിസൺ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ, ജില്ലാ പ്രസിഡന്റ് KP റപ്പായി, ജില്ലാ സെക്രട്ടറി EC പത്മരാജൻ, കൺവീനർ രാജു വെന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പാവപ്പെട്ട ഏറ്റവും പ്രയാസം നിലനിൽക്കുന്ന ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ച് മേഖലയിൽ ശാസ്ത്രീയമായി പുലിമുട്ടോ കടൽഭിത്തിയോ നിർമ്മിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വാടാനപ്പള്ളി സെന്ററിൽ കണ്ണുകെട്ടി പ്രതിഷേധിച്ചു. SDPI പഞ്ചായത്ത് സെക്രട്ടറി മുസഫിൽ, ട്രഷറർ നൌഫൽ വലിയകത്ത്, ഫസൽ നഗർ ബ്രാഞ്ച് പ്രസിഡന്റ് ഹംദാൻ, സെക്രട്ടറി നിഷാം തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ കോടതിയുടെ നിർദ്ദേശം. ഞായറാഴ്ച നടക്കുന്ന കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പോലീസ് സംരക്ഷണവും നിരീക്ഷണ ക്യാമറ സംവിധാനവും ഏർപ്പെടുത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK ഷൈൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ജഡ്ജി VG അരുൺ ഉത്തരവ് പുറപ്പെടുവിച്ചത്.
നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം കഴുകി വൃത്തിയാക്കുവാൻ ചെന്നൈയിൽ നിന്ന് യൂത്ത് അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകരെത്തി. പരമം പവിത്രം എന്ന പദ്ധതിയുടെ ഭാഗമായി 60 പേർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രവും പരിസരവും വിളക്കുകളും പാത്രങ്ങളുമെല്ലാം വൃത്തിയാക്കി. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ് കൂട്ടായ്മയിൽ ഉള്ളത്. തമിഴ്നാട്ടിലെ 1000ഓളം ക്ഷേത്രങ്ങളിൽ ശുചീകരണ പദ്ധതി പ്രാവർത്തികമാക്കിയ ശേഷമാണ് നെല്ലുവായ് ക്ഷേത്രത്തിൽ ഇവർ എത്തിയത്. We are personal prayer to God, and this we are dedicating as a personal service to God. In default enna arde oru satsangama பண்ணும்போது it's always said no Adi Shankara said satsangatve nisangatvam. When we do it as a satsangam, it leads us to the path of divinity. எல்லாரும் சேர்ந்து பண்ணும்போது அந்த வகையில இன்னைக்கு தன்வந்திரி டெம்பிள் வந்திருக்கோம் இங்க. சோ தன்வந்திரி வந்து நம்மளுடைய ரோகத்தெல்லாம் நீக்கிற ஒரு கடவுள். இன்னைக்கு ரொம்ப ரொம்ப உலகத்துல அடிப்படையா தேவை ஆரோக்கியம் தான். அந்த ஆரோக்கியத்தை கொடுக்கிற இந்த க்ஷேத்திரத்துல இந்த பகவானுக்கு முன்னாடி இந்த வாய்ப்பை கொடுத்தவ இந்த நிர்வாகத்தினருக்கு எங்களோட நன்றியை தெரிவிச்சுண்டு. അഡ്വക്കേറ്റ് ആർ കൃഷ്ണമൂർത്തി, കെ വി സുബ, വിശ്വനാഥൻ, ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3159 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്നും പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റവും വധഭീഷണിയും. DCV റിപ്പോർട്ടർ സരീഷ് വരന്തരപ്പള്ളിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനെ തുടർന്ന് എത്തിയ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം. പോലീസും നാട്ടുകാരും എത്തിയതോടെ ക്വട്ടേഷൻ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പാഞ്ഞാൾ, മണലാടി പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളിൽ വീണ്ടും മോഷണം. ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. തെങ്ങുകളും വാഴകളും മറിച്ചിട്ടു. ഇടശ്ശേരി സന്തോഷിന്റെ വീട്ടുപറമ്പിലെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് പുതുക്കി. ദേശീയപാത 544-ൽ മണ്ണുത്തി ഇടപ്പള്ളി BOT ദേശീയപാതയിൽ ഞായറാഴ്ച മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.